നിറമരുതൂർ കേരഗ്രാമം പദ്ധതി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് കേരഗ്രാമം പദ്ധതി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മങ്ങാട് യൂണിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ സ്വാഗതം പറഞ്ഞു. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. NWTPRA ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ബീന പദ്ധതി വിശദീകരിച്ചു. തെങ്ങിൻ തോപ്പുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരഗ്രാമം. നിറമരുതൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയുടെ നെടുംതൂണായ കേരകൃഷിയുടെ പുനരുദ്ധാരണത്തിനും അഭിവൃദ്ധിക്കും സഹായകമാകും കേരഗ്രാമം പദ്ധതി. ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP സൈദലവി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VEM ഇഖ്ബാൽ, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രേമ, P അബ്ദുൽ നാസർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ കേരഗ്രാമം പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഇടവേള കിറ്റിന്റെ ടോക്കൺ വിതരണവും സബ്സിഡി നിരക്കിൽ കാർഷിക യന്ത്രോപകരണങ്ങൾ ലഭിക്കുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷനും ക്യാമ്പയിനും ആധാർ സീഡിംഗ് ക്യാമ്പയിനും നടന്നു. ആസിയൻ കരാർ പ്രകാരം നമ്മൾ മുമ്പുണ്ടാക്കിയിട്ടുള്ള ആ കരാർ പ്രകാരം ഇവിടെ വില കൂടുമ്പോൾ ശ്രീലങ്ക പോലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വെളിച്ചെണ്ണയൊക്കെ ഇറക്കുമതി ചെയ്യപ്പെടുക. അപ്പോൾ നമ്മുടെ കർഷകന് വില കിട്ടുന്നില്ല. തെങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, റബ്ബറിൻ്റെ കാര്യത്തിൽ അത് ബാധകമാണ്, കുരുമുളകിൽ അത് ബാധകമാണ്, ഏലത്തിൽ അത് ബാധകമാണ്. ആസിയൻ കരാറോട് കൂടിയാണ് കേരളത്തിലെ ഇന്ത്യയിലെ കർഷകൻ്റെ നട്ടെല്ലൊടിയുന്നത്. ഇത്രയും അധികം കർഷകർ അവർ കൃഷി തന്നെ ഉപേക്ഷിച്ചു പോകുന്ന കർഷക ആത്മഹത്യ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിലേക്ക് പോയത് ഈ ഒരു കരാറിലുണ്ടായ ഏകപക്ഷീയമായിട്ടാണ് നമ്മൾ ഇന്ത്യ കരാറിൽ ഒപ്പിച്ചത്. അത് വലിയ നഷ്ടം നമുക്കുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ വലിയൊരു ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അടുത്ത വ്യത്യസ്ത കാലയളവിൽ ഓരോ പഞ്ചായത്തിനും നമ്മൾ ഈ പദ്ധതികൾ നൽകിയിട്ടുണ്ടായി. ആ പദ്ധതികൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയമുണ്ട പഞ്ചായത്തിൽ നമ്മളെ ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെട്ട ഒരു സ്ഥലമാണ്. നല്ല തോതിൽ അവർ ഉപയോഗപ്പെടുത്തി. ഒഴൂർ ഇപ്പോൾ നമ്മൾ നിറമരുതൂരിനെ തിരഞ്ഞെടുക്കാൻ കാരണം പുതുതായി നാളികേര കൃഷി വ്യാപിച്ചു വരുന്നൊരു സ്ഥലം കൂടിയാണ്. അത് കാരണം നമുക്കറിയാം, പാടം തോർത്ത് കൂടുതൽ തെങ്ങ് നമ്മൾ വെച്ചതുകൊണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇപ്പോൾ നാളികേര കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്.